Welcome to Multi-Traits. This is lesson 2 in chemistry. So here we are going to learn about what is a solute and what is a solvent and what are emulsions. So let's look at what is a solute and what's a solvent. നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, when we add sugar in water, പഞ്ചസാര വെള്ളത്തിൽ കലക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് കലക്കി കഴിയുമ്പോൾ all the sugar particles disappear. So what actually happens there? In the previous lesson I told you that all these salt and sugar particles are made up of millions and millions of particles. Yeah? So when sugar dissolves in water, water breaks the salt crystals or sugar crystals into sugar particles. So you can see a typo here. It must be sugar crystals apart into sugar particles, and these move around evenly in the water, free from other sugar particles. This creates a solution. അപ്പോൾ പഞ്ചസാര വെള്ളത്തിലിട്ട് കലക്കുമ്പോൾ അത് ഡിസപ്പിയർ ചെയ്യുന്നു. എന്നാൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്. അതെന്ത് പറ്റുന്നതെന്ന് ചോദിച്ചാൽ ആ ക്രിസ്റ്റൽസ്, ആ ഒരു ക്യൂബ്, ആ വെരി സ്മോൾ ക്യൂബ്സ്, അതായത് നമ്മൾ ഈ പിക്ചറിൽ കണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പം ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം ഓരോ ആ ടൈനി പാർട്ടിക്കിൾസ്, അതിൻ്റെ അകത്ത് മില്യൺസ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ മില്യൺസ് ഓഫ് പാർട്ടിക്കിൾസ് വെള്ളത്തിലോട്ട് ഡിസോൾവ് ചെയ്യുന്നു. സോ ആ വാട്ടർ എന്നെ പറ്റുന്ന സോൾട്ട് ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളത് കാണാതെ പോകുന്നു. ബട്ട് ദെൻ ഇറ്റ് ഗീവ്സ് ഇറ്റ് ദാറ്റ് സ്വീറ്റ് ടേസ്റ്റ്. Water can dissolve most things, so it is called a universal solvent. പല എക്സാമിനും വരുന്നൊരു ചോദ്യമാണ്, വാട്ട് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്? So why water is called a universal solvent? Because water can dissolve most things. So solute എന്ന് പറയുമ്പോൾ സോൾട്ട് അല്ലെ ഷുഗർ, എന്ത് നമ്മൾ ഡിസോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുക അതിനാണ് പറയുന്നത് സൊല്യൂട്ട്. സോൾവെൻ്റ് എന്ന് പറയുന്നത് വെള്ളമാണ്. ആസ് ഐ സെഡ് earlier, water is called the universal solvent. So water is always a solvent, and salt or sugar can, anything whatever we dissolve in water, we called it as solute. സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ പിക്ചർ കാണാം. ഇപ്പോൾ ഈ ഷുഗർ, ഒരു ടീസ്പൂൺ ഓഫ് ഷുഗർ നമ്മൾ ഈ ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഇടുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്നെ പറ്റുക, അത് ഡിസപ്പിയർ ചെയ്യും. എന്തുകൊണ്ട് ഡിസപ്പിയർ ചെയ്യുന്നത്? വാട്ടർ, വെള്ളം, ഓരോ ക്രിസ്റ്റലിലുള്ള ഷുഗർ ക്രിസ്റ്റലിലുള്ള ആ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇറ്റ് ഡിസപ്പിയേഴ്സ് ആൻഡ് ഇറ്റ് മിക്സസ് വിത്ത് വാട്ടർ ആൻഡ് വാട്ടർ ബിക്കംസ് സ്വീറ്റ്. ഇനി വെള്ളം മാത്രമാണോ സോൾവെൻറ്റ്? സോൾവെൻറ്റ്സ് ലൈക്ക് അസറ്റോൺ. ഇപ്പം നിങ്ങളുടെ ചേച്ചിയോടോ അല്ല മമ്മിയോടോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അസറ്റോണിൻ്റെ യൂസ് പറയും. അസറ്റോൺ എന്ന് പറയുന്നത് നെയിൽ പോളിഷ് റിമൂവറാണ്. നെയിൽ പോളിഷൊക്കെ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ കുറച്ചൊക്കെ പോയി കഴിയുമ്പം നിങ്ങളുടെ മമ്മിയോ അല്ലെങ്കിൽ ചേച്ചിയോ കസിൻസോ ഒക്കെ എന്താ എടുക്കുന്നത്, വീക്കെൻഡിലിരുന്ന് അതെല്ലാം നെയിൽ പോളിഷ് റിമൂവർ ഇട്ട് കളഞ്ഞിട്ട് പുതിയ സെറ്റ് ഓഫ് നെയിൽ പോളിഷ് അടിക്കും. സോ സോൾവെൻറ്റ്സ് ലൈക്ക് അസറ്റോൺ, അതാണ് യൂസ് ഓഫ് അസറ്റോൺ. ആൻഡ് എത്തനോൾ ഇറ്റ്സ് ആൻ ആൽക്കഹോൾ, ക്യാൻ ബി യൂസ്ഡ് ടു ഡിസോൾവ് സൊല്യൂട്ട്സ് ദാറ്റ് ആർ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ മിക്സ് ചെയ്യാത്തത്, ഫോർ എക്സാമ്പിൾ എത്തനോൾ, ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺ, അതിനൊക്കെ ഇച്ചിരി നോൺ പോളാർ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് എണ്ണ, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. So they are insoluble in water. Solutes are able to be liquids. Solute എന്ന് പറയുന്നത് it can also be liquid, it can also be solid, or it can also be gases. While solvents are usually liquid. Very very important. എപ്പോഴും ഓർക്കരുത് സൊല്യൂട്ട് എന്ന് പറയുന്നത് ഷുഗർ, സോൾട്ട് മാത്രം അല്ലെങ്കിൽ സോളിഡ് മാത്രമാണെന്ന് ഓർക്കരുത്. ഇറ്റ് ക്യാൻ ബി ലിക്വിഡ്, സോളിഡ് ഓർ ഗ്യാസസ്. വൈൽ സോൾവെൻ്റ് എന്ന് പറയുന്നത് വെള്ളം, they are usually liquid. നമുക്ക് 2-3 ചോദ്യങ്ങൾ നോക്കാം. സോഡ വാട്ടർ. സോഡ വാട്ടർ എന്ന് പറയുമ്പം വി നോ ദാറ്റ് സോഡ വാട്ടറിന് എന്നാ ഉള്ളത്? ഇറ്റ് ഹാസ് ഗോട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് ഫിസ് കൊടുക്കുന്നത് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് സോഡ മേക്കറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അറിയാം. നമ്മൾ അത് സോഡ കുപ്പി അതിൻ്റെ അകത്ത് വെച്ച് സ്വിച്ച്
പ്രസ് ചെയ്യുമ്പോഴത്തേനും വി ക്യാൻ സി ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിട്ട് അത് മിക്സ് ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ അകത്ത് ഏതാണ് നമ്മുടെ സൊല്യൂട്ട്? സൊല്യൂട്ട് ഈസ് കാർബൺ ഡയോക്സൈഡ്. സൊല്യൂട്ട് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്. വെള്ളം എന്ന് പറയുന്നത് എന്താണ്? സോൾവെൻറ്റ്. ഓക്കെ. Nail polish dissolves in nail polish remover to form a solute. And which substance is a solute? Nail polish dissolves in nail polish. So solute ഏതാണ്? nail polish. ഷുഗർ സൊല്യൂഷൻ്റെ അകത്ത് ഏതാണ്? ഷുഗർ എന്ന് പറയുന്നതാണ് സൊല്യൂട്ട്, വെള്ളം എന്ന് പറയുന്നത് സോൾവെൻറ്റ്. ഇനി നമുക്കിവിടെ 2 പിക്ചേഴ്സ് ഞാൻ തന്നിട്ടുണ്ട്. കുറേ കളേർഡ് വെള്ളം, കളേർഡ് കപ്പിലുണ്ട്, വെള്ളം കാണാം, കളേർഡ് വാട്ടർ. ഇവിടെയാണെങ്കിൽ നമുക്ക് എന്താ കാണുന്നത്? വെള്ളവും കാണാം, ഗ്ലാസ് ഓഫ് വാട്ടർ. വാട്ടർ ഈസ് ക്ലിയർ ആൻഡ് കളർലെസ് ആൻഡ് ദ സൊല്യൂഷൻസ് എബവ് ആർ ക്ലിയർ ആൻഡ് കളേർഡ്, അല്ലേ? അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ക്ലിയർ ആണ്, കാരണം വി ക്യാൻ സീ ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്. ഇറ്റ്സ് നോട്ട് വെരി തിക്ക് ആൻഡ് ഹാർഡ് ടു സീ. ഇറ്റ്സ് വെരി ക്ലീൻ ആൻഡ് ക്ലിയർ, ബട്ട് ദേ ആർ കളേർഡ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ക്ലിയർ ആൻഡ് കളർലെസ്. കളർലെസ് എന്ന് വെച്ചാൽ അതിന് കളറില്ല. ക്ലിയർ എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് അപ്പുറം സൈഡും കാണാം. അതുതന്നെയാണ് ഇവിടെ, ഇതും ട്രാൻസ്പെറൻ്റ് ആൻഡ് ക്ലിയർ അല്ലേ, ബട്ട് ഇറ്റ് ഈസ് കളേർഡ്. Next, let's look at what's an emulsion. Emulsion is a special type of mixture made by combining 2 liquids that normally do not mix. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വെള്ളവും എണ്ണയും തമ്മിലൊന്ന് മിക്സ് ചെയ്തല്ലേ, വെറുതെ മിക്സ് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ വെച്ചേക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സോ വാട്ട് ഈസ് ഹാപ്പനിങ്? സോ ദിസ് ഈസ് ഓയിൽ ഇൻ വാട്ടർ, ദിസ് ഈസ് വാട്ടർ ഇൻ ഓയിൽ. സോ ഓയിൽ കാണാം, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് കിടക്കുന്ന കാണാം. കുറച്ച് നേരം അത് വെയിറ്റ് ചെയ്യുവാണ് എന്നെ പറ്റുന്നത്. ഓയിൽ വിൽ സെറ്റിൽ ടു ദ ടോപ്പ്. ഇതിന്നാണെങ്കിൽ വാട്ടർ ആൻഡ് ലോട്ട് ഓഫ് ഓയിൽ ഇൻ ഇറ്റ്. സോ ദേ ഡു നോട്ട് മിക്സ് വിത്ത് ഈച്ച് അതർ. മയോണൈസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? നമ്മളിപ്പം മയോണൈസ്, ബ്രെഡ് മയോണൈസ് തേക്കുക. മയോണൈസ് ഈസ് ഓൾസോ എൻ എമൾഷൻ because it's made from oil, egg and all, so it's also an emulsion. So let's recap today's lesson. ഇന്ന് നമ്മൾ പഠിച്ചത് what's the difference between a solute and a solvent, which is called a universal solvent and why it is called a universal solvent. പിന്നെ നമ്മൾ പഠിച്ചു അസറ്റോണും എത്തനോളും they are also solvents. Examples 2-3 നമ്മൾ ചെയ്തു. Differences between clear and colorless water, and then clear and colored or transparent. Emulsion is a special type of mixture made by combining 2 liquids that normally do not mix. Example for this emulsion is oil and water, or mayonnaise, or if you salad oil, different types of ഓയിൽസ് ഇങ്ങനെ മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന സാലഡ് ഓയിൽ അല്ലെങ്കിൽ ഡിപ്സുകൾ, ഇതെല്ലാം സം ഡിപ്സ് ആർ ഓൾസോ എമൾഷൻ. ഓൾറൈറ്റ്, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലെറ്റ് മീ നോ വെദർ I can help you in explaining these topics. If you need further clarification, please let me know and share it with your friends and others. And also give me a thumbs up and a comment, and so that I know how you guys are going. Alright, so that's all for today. Bye bye.